ശ്രീമതി യു പ്രതിഭ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഈ ഉപക്ഷേപത്തെ എതിർക്കുന്നു സർ. സർ, കേരളത്തിലെ വിലക്കയറ്റത്തെക്കുറിച്ചാണ് സാർ ഇവർ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വല്ലാണ്ട് വിലയിടിഞ്ഞു പോയൊരു സംഭവം കേരളത്തിലുണ്ട് സാർ. കോൺഗ്രസ് ആണത്. കാലങ്ങളായി സാർ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഓണക്കാലത്തായപ്പം വല്ലാണ്ട് താഴേക്ക് ഇടിഞ്ഞു പോയി സാർ. ഞാൻ എൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. അതുപോലെ സാർ, ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയത് ആര്? പ്രമേയ അവതാരകൻ രാവിലെ പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലും അത് പറഞ്ഞില്ല. ഇൻഫ്ലേഷനെ പറ്റി പറയുന്നു. 2013 ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയത് ആ കാലത്തെ ഗവൺമെൻറ്റാണ്. ആ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയപ്പോൾ കേരള ജനസംഖ്യയിലെ 51% മുൻഗണനേതര വിഭാഗക്കാർ റേഷൻ പരിധിക്ക് പുറത്തായി സാർ, അല്ലെങ്കിൽ പുറത്താക്കി സാർ ആ നിയമത്തിലൂടെ. അവരാണ് സാർ ഇപ്പോൾ ഈ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട്, അന്നത്തെ UPA ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ടുള്ളവരാണ് സാർ. അവരാണ് സാർ ഈ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ചില കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു ചർച്ച. വിഷയമില്ല സാർ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സഹതാപമാണ് പ്രതിപക്ഷത്തോട്. വിഷയമില്ലാതായിരിക്കുന്നു സാർ. ഇൻഫ്ലേഷനെ പറ്റി ഇവർ ചർച്ച ചെയ്യുമ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവർക്കറിയാലോ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്താകമാനം ബാധിക്കുമ്പോൾ നമ്മുടെ നാടിനെയും അതെങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ സാർ. അതുപോലെ സാർ, ഇത്തവണത്തെ ഒരു പാട്ടുണ്ടായിരുന്നു, ഓണം മൂഡ് അല്ലേ? എല്ലായിടവും കേൾക്കുന്ന പാട്ടാണ്. എന്തൊരു ഓണം മൂഡായിരുന്നു സാർ ഇക്കാലത്ത്. എല്ലായിടത്തും സന്തോഷം. നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പഴവും പച്ചക്കറിയും ഒക്കെ വാങ്ങുന്ന നമ്മളുടെ നാട്ടിൽ എന്തിന് കുടുംബശ്രീ പോലും ഇത്തവണ, കുടുംബശ്രീ വലിയ സംവിധാനമാണ്, അവരുടെ നേതൃത്വത്തിൽ പോലും വലിയ രൂപത്തിൽ പൂക്കൾ ഇവിടെ കൃഷി ചെയ്യുകയുണ്ടായി. ഏക്കർ കണക്ക് പൂക്കൾ കൃഷി ചെയ്യുകയുണ്ടായി, പച്ചക്കറി കൃഷി ചെയ്യുകയുണ്ടായി. ഇതൊക്കെ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരാമർശിച്ചു പോകണം സാർ. ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ ഈ സർക്കാർ ജനങ്ങളോട് ഒപ്പം നിന്നിരുന്നു സാർ. എല്ലാവർക്കും അറിയാമത്. 1-2 കോടിയല്ല, 20,000 കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് സർക്കാർ ഡയറക്റ്റ് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചത്. ഒപ്പം ക്ഷേമ പെൻഷൻ കൊടുത്തു, ബോണസ് കൊടുത്തു, ഉത്സവബത്ത കൊടുക്കുന്നു, DA എല്ലാം നേരത്തെ തന്നെ കൊടുത്തു. സർക്കാർ ജീവനക്കാരെല്ലാം ഹാപ്പിയായി. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ 2 ഗഡുവാണ് ഓണത്തിന് മുമ്പ് വിതരണം ചെയ്തത്. അതിനുശേഷം വളരെ കുറഞ്ഞ പൈസയ്ക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 15 സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ് വിപണിയിൽ ലഭ്യമാക്കി സാർ. എല്ലായിടത്തും ഓണം, എല്ലാവർക്കും ഓണം. അതുപോലെ സാർ, ഈ സർക്കാർ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. വിലക്കയറ്റം ഇക്കാലത്ത് സ്വാഭാവികമാണ്. ആ വിലക്കയറ്റത്തെ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളിടത്താണ് കേരളത്തിലെ സർക്കാർ ഒരു മാവേലി നാട് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ പുനഃസൃഷ്ടിക്കാനായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് സാർ. ഓണച്ചന്ത വഴി അവശ്യ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ലഭ്യമാക്കിയപ്പോൾ വെള്ള, നീല, പിങ്ക് കാർഡുകാർക്ക് യഥാക്രമം 15 കിലോ, 10 കിലോ, 5 കിലോ വീതം അരി, 10 രൂപ 90 പൈസയ്ക്ക് റേഷൻ കടയെല്ലാം സജീവമാണ്. പഴയ കാലത്ത് റേഷൻ കടയുടെ മുഖം പോലുമല്ല സാർ. ഇതുകൂടാതെ K-സ്റ്റോർ വഴി ധാരാളം കാര്യങ്ങൾ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയാണ് സാർ. അന്ത്യോദയ അന്യോജന വിഭാഗത്തിൽപ്പെട്ടവർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് സാർ. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല സാർ. എല്ലാവരെയും ചേർത്ത് നിർത്തി. സ്കൂൾ കുട്ടികൾക്ക് അരി നൽകുന്നു സാർ കൃത്യമായിട്ട്. പാഠപുസ്തകം പോലും കിട്ടാതിരുന്ന സ്കൂൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണം അടക്കം കൃത്യമായിട്ടെല്ലാം കൊടുക്കുകയാണ് സാർ. കോൺഗ്രസിൻ്റെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പലരും അന്ന് മന്ത്രിമാരൊക്കെ ആയിരുന്നല്ലോ. 1 ഗഡു DA അനുവദിക്കാൻ കഴിഞ്ഞു സാർ. കരാർ തൊഴിലാളികളെയും സ്കീം തൊഴിലാളികളെയും ചേർത്ത് നിർത്തി സാർ. അവരിലേക്കെല്ലാം ഓണത്തിൻ്റെ കരുതൽ എത്തിയിട്ടുണ്ട് സാർ. കേരളത്തിലെ ഒട്ടുമുഖ്യ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സാർ. ഇവിടെ പ്രമേയ അവതാരകൻ പറഞ്ഞത് ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ചാണ് സാർ. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഇൻഫ്ലേഷൻ നിരക്കുകൾ കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അങ്ങേക്ക് പരിശോധിച്ചാൽ അറിയാം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണ് സാർ. ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. 2024 വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഇൻഫ്ലേഷൻ നിരക്ക് രേഖപ്പെടുത്തിയത് കേരളത്തിലായിരുന്നു. പ്രമേയ അവതാരകൻ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. 2024 വർഷത്തിലെ മധ്യം മുതലാണ് കേരളത്തിലെ ഇൻഫ്ലേഷൻ നിരക്കുകൾ അല്പം ഉയരാൻ ആരംഭിച്ചത്. സ്വർണ്ണവിലയെപ്പറ്റി ആരും പറയുന്നില്ല. എന്ത് വിലയാണ് സാർ സ്വർണ്ണത്തിന്? സ്വർണ്ണത്തിൻ്റെ വില എവിടെയാണ് നിൽക്കുന്നത്? 1 പവൻ സ്വർണ്ണത്തിൻ്റെ വില 45,000 രൂപയായിരുന്നു എങ്കിൽ 2024 ഫെബ്രുവരിയിൽ 45,000 രൂപയായിരുന്നെങ്കിൽ സാർ ഇന്ന് 80,000 രൂപയാണ് 1 പവൻ സ്വർണ്ണത്തിന്. 80,000 രൂപ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെ വെള്ളിയുടെ വില കൂടിയിരിക്കുന്നു. അപ്പം കേരളത്തിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഈ സ്വർണവും വെള്ളി ഉൾപ്പെട്ട പലവക ചരക്കുകളുടെ ഗ്രൂപ്പിന് മറ്റ് സംസ്ഥാനങ്ങൾ ഉള്ളതിനേക്കാൾ ഉയർന്ന വെയിറ്റും അതുപോലെ തന്നെ ശരാശരി കണക്കിലാക്കുമ്പോൾ നൽകുന്ന അപേക്ഷ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് നോക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നുണ്ട്. അത് പ്രമേയത്തിലെങ്ങും പറയുന്നില്ല. വിലക്കയറ്റം എന്ന് മാത്രം പ്രതിപാദിച്ചു പോവുകയാണ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. ഇതാണ് സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് കുറച്ച് മാസങ്ങളായി കേരളത്തിലെ ഇൻഫ്ലേഷൻ നിരക്ക് കുറച്ചെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് മൂലമല്ല
എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് സാർ ആധികാരികമായിട്ടുള്ള ഈ വിവരങ്ങൾ ഇവിടെ ഈ സഭയുടെ മുമ്പാകെ പറയുന്നത്. സാർ, ഇത് പൊതുവിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു വില വർധനമാണെന്ന് പറയാം. ആരാണ് സാർ ആസിയൻ കരാർ കൊണ്ടുവന്നത്? അന്ന് ഏറ്റവും വലിയ പ്രതിരോധം സൃഷ്ടിച്ചത് ഇടത് പാർട്ടികളാണ്. എല്ലാ കരാറുകളും രാജ്യത്തിലെ ജനങ്ങൾക്ക് ദോഷകരമായ എല്ലാ കരാറുകളിലും UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പുവെച്ചിട്ട് ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ആസിയൻ കരാർ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ വന്ന് പറയോ നാളികേരത്തിന് വിലയിടിഞ്ഞ്, റബ്ബറിന്റെ വിലയിടിഞ്ഞ്, എന്തൊരു വ്യാജമായ കണ്ണുനീരാണ് സാർ നിങ്ങൾ പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ ഭക്ഷ്യധാന്യങ്ങളുടെയോ ഭക്ഷ്യവസ്തുക്കളുടെയോ തുണികളുടെയോ അവശ്യ ഉപഭോഗ വസ്തുക്കളുടെ എന്തെങ്കിലും വില കൂടിയോ സാർ കേരളത്തിൽ? അതെ, കാർഡുണ്ടാക്കി വേർതിരിവുണ്ടാക്കിയതെല്ലാം UPA ഗവൺമെന്റ് കാലത്താണ് സാർ. അതിന്റെ ഭാഗമല്ലേ നിങ്ങളെല്ലാം? സാർ, നിങ്ങൾ വിലക്കയറ്റമെന്ന് പറയുമ്പോൾ ഈ സ്വർണം വെള്ളി നിരക്കുകൾ കൂടിയിട്ടുണ്ട്. അത് പൊതുജനങ്ങളുടെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അവശ്യ സാധനങ്ങളിൽ എന്താണ് വില കയറിയെന്ന് നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയുന്നില്ല. ഔദ്യോഗിക കണക്കുകൾ എടുത്ത് പരിശോധിച്ച് തന്നെയാണ് ഇത്തരം ഈ വിവരങ്ങൾ ഈ സഭയുടെ മുമ്പാകെ പറയുന്നത്. സാർ, അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ പറ്റി പറയുമ്പോൾ ഇൻഫ്ലേഷൻ നിരക്കെന്ന് പറയുമ്പോൾ ഒരു ചരക്കിൻ്റെ കേവല വില ഉയർന്നു നിൽക്കുന്നു എന്ന് അർത്ഥമല്ല. അത് സാധനം ഓണക്കാലം ആകുമ്പോൾ ഡിമാൻഡ് കൂടും, ചില സമയത്ത് ഡിമാൻഡ് കൂടും. ഓണമാകുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഡിമാൻഡ് കൂടുവാണല്ലോ. കേവല വിലകൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നു നിൽക്കുമ്പോഴും ചിലപ്പോൾ ചില ഡിമാൻഡ് സപ്ലൈ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി ഇൻഫ്ലേഷൻ നിരക്ക് വല്ലാതെ ഉയരാറുണ്ട്, അല്ലെങ്കിൽ അത് കുറയാറുണ്ട്. എന്നാൽ ഇതൊന്നും പൊതുജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നടപ്പാക്കിയ ഒരു ഗവൺമെന്റാണ് സാർ. അവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഓഗസ്റ്റിൽ സർവ്വകാല റെക്കോർഡുകൾ തകർക്കുന്ന തരത്തിലുള്ള വിൽപ്പനയാണ് സാർ സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴി നടന്നത്. ഇത്രയും ആളുകൾ ചെന്ന് സാധനം വാങ്ങുമല്ലേ, കോടിക്കണക്ക് രൂപയുടെ സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കുമല്ലേ. അപ്പോൾ പൊതുവിപണിയിൽ സർക്കാർ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് സാർ ഇപ്പം പറയുന്ന വെളിച്ചെണ്ണയുടെ വില കൂടിയെന്നാണ്. സാർ, 2025 ജൂലൈയിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരഫെഡിൻ്റെ കേര ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ ലിറ്ററിന് 529 രൂപയിൽ നിന്ന് കുറച്ച് 479 രൂപയാക്കാൻ വിപണിയിൽ ഇടപെട്ടു സാർ ഈ ഗവൺമെൻറ്. സാർ, അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇതിലേക്ക് പറയുന്നില്ല സമയക്കുറവ് മൂലം. സാർ, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഇവർ പറഞ്ഞു വൈദ്യുതി നിരക്ക് കൂട്ടിയെന്ന് പറഞ്ഞു. സാർ, വൈദ്യുതി നിരക്ക് ആരാ എപ്പോഴും കൂട്ടിക്കൊണ്ടിരുന്നത്? വൈദ്യുതി നിയമം 2003 സെക്ഷൻ 62 പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതിയുടെ നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള പരമാധികാരം സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ മാത്രം നിക്ഷിപ്തമാണ് സാർ. കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്തെ വൈദ്യുതി താരിഫ് പരിഷ്കരണം 2012 ആദ്യമായി നടന്നത്. ആരാണ് സാർ 2012 ഉണ്ടായിരുന്നത്? പിന്നീട് 2013, 14, 17, 19, 22, 24, 25 എന്നീ വർഷങ്ങളിൽ താരിഫ് വർധന നടന്നിട്ടുണ്ട്. UDF ഭരണകാലത്ത് 2012 24% ആണ് സാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സാർ, ചരിത്രത്തിൽ ആദ്യമായി പകൽ സമയത്ത് വൈദ്യുതി ചാർജ് കുറച്ചു സാർ. നമ്മൾ KSEB 2024 ഏപ്രിൽ മുതൽ നടപ്പാക്കിയ ഒരു പ്രധാന മാറ്റമാണ് ടൈം ഓഫ് ഡേ താരിഫ് സാർ. അതായത് പകൽ സമയത്ത് വൈദ്യുതി നിരക്ക് കുറയ്ക്കാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചിട്ടുണ്ട് സാർ. ഇതെല്ലാ ഉപഭോക്താക്കൾക്കും ബാധകമല്ല. പ്രതിമാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമാണ് സാർ. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് സാർ.